Hi guys, welcome to the video. Post-match summary of Brazil versus Norway. Now round of 16 knockout stage FIFA World Cup 2026. 5th July 2026. It was a nightmare for the Brazil fans. 14 ഗോൾ അറ്റംപ്റ്റുകൾ മേർലി ഗോൾ ആവേണ്ട ഷോട്ടുകൾ അതിൽ 2 ഓപ്പൺ പാത്ത് ഒരു 1-on-1 പിന്നെ 2 പെനാൽറ്റി ബട്ട് സ്റ്റിൽ വെറും ഒരു ഗോൾ മാത്രമാണ് ബ്രസീലിന് നേടാൻ സാധിച്ചത്. ഗെയിമിൽ ഇവിടെ 3 താരങ്ങളാണ് ബ്രസീലിന് നട്ടെല്ലൊടിച്ചു വന്നത്. നമ്പർ 1 നോർവീജിയൻ ഗോൾ കീപ്പർ എർജിൻ നീലൻ. നമ്പർ 2 നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ്. നമ്പർ 3 ബ്രസീലിയൻ മിഡ്ഫീൽഡർ ബ്രൂണോ ഗിമാരസ്. 13-ാം മിനിറ്റിൽ ബ്രസീലിന് ലഭിച്ച VAR സപ്പോർട്ടോടുകൂടി ലഭിച്ച പെനാൽറ്റി അതിൻ്റെ വില വളരെ വലുതായിരുന്നു. ഗെയിം കഴിഞ്ഞപ്പോൾ ബ്രസീലിന് നന്നായി മനസ്സിലായി. 78-ാം മിനിറ്റ് വരെ ഗോൾ വല അനങ്ങിയിട്ടില്ല. പക്ഷെ പിന്നീട് നടന്ന 10 മിനിറ്റ് ദ കംപ്ലീറ്റ് ഡോമിനൻസ് ഓഫ് ദ നോർവിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ്. അതുവരെ വേൾഡ് കപ്പ് സ്റ്റാർ പെർഫോമറായ എർലിംഗ് ഹാലൻഡ് എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരവും കിട്ടി. 34% മാത്രം ബോൾ പൊസിഷൻ റേറ്റ് ഉള്ള മാച്ചായിരുന്നു ബ്രസീലിൻ്റെത്. സോ ലിറ്ററലി ഇറ്റ് വാസ് പുവർ ഫോർ ദം. ആൻഡ് ഈവൻ കിട്ടിയ ചാൻസസ് ഒന്നും കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നോർവീജിയൻ ഗോൾ കീപ്പർ നീലൻ അതിന് ചാവണം. 90-ാം മിനിറ്റിൽ ഹാലൻഡിൻ്റെ വക ഒരു മാസീവ് ഗോൾ ഉണ്ടായിരുന്നു. ഈവൻ ദ ഫാൻസ് ഡിഡിൻറ്റ് എക്സ്പെക്റ്റഡ് സച്ച് ഗോൾ ഫ്രം ഹിം ഓൺ ദാറ്റ് മൊമെൻറ്റ് വിത്ത് എ റേഞ്ച് ഓഫ് 18+ yards. 1-0 നിന്നിരുന്ന സ്കോർ ബോർഡിൽ നിന്നും അതോടുകൂടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് മോഹങ്ങൾക്ക് വൈക്കിങ്സ് റീത്ത് വെച്ച്. ഹാലൻഡിൻ്റെ മാസീവായ 2 ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയത് ആൻഡ്രിയാസ്. 56-ാം മിനിറ്റിൽ ന്യൂസയ്ക്ക് പകരക്കാരനായി നോർവേ കളിക്കളത്തിലിറക്കിയ താരം. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ടേക്ക് ഓഫ് വിന്നിംഗ് മൊമെൻറ്റ് ഫോർ നോർവേ. പിന്നീട് നെയ്മർ ഇഞ്ചുറി ടൈമിൽ നേടിയ ഒരു പെനാൽറ്റി ഗോൾ ബ്രസീലിന് വേണ്ടി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. നെയ്മറിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വേൾഡ് കപ്പ് ഗോളും കൂടെ ആഡായി കിട്ടി. അതിൻ്റെ കൂടെ ഒരു യെല്ലോ കാർഡും കൂടെ കിട്ടിയായിരുന്നു. ആൻഡ് വൺ മോർ തിങ്, 2002 ശേഷം ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ ഫസ്റ്റ് ടൈമാണ് ബ്രസീൽ എലിമിനേറ്റ് ആവുന്നത് ഫിഫ വേൾഡ് കപ്പിൽ നിന്ന്. ആൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് കപ്പ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം എവർ നോർവേ ഹാസ് ക്വാളിഫൈഡ് ഫോർ ക്വാർട്ടർ ഫൈനൽസ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് ബ്രസീൽ. നഷ്ടപ്പെട്ടു പോയ ചാൻസസ് അതൊരിക്കലും ഇനി തിരിച്ചെടുക്കാനാവില്ല. അതിനെക്കുറിച്ച് ഓർക്ക് ദുഃഖിച്ചിട്ടും കാര്യമൊന്നുമില്ല. 5 തവണ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയ ബ്രസീൽ 2002 ശേഷം ഇനിയൊരു വേൾഡ് കപ്പിൽ തൊടണമെന്നുണ്ടെങ്കിൽ മിനിമം 28 വർഷമെങ്കിലും എടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഹെഡ് അപ്പ് ഗൈസ്, കം ബാക്ക് വിത്ത് സ്ട്രോങ്ങർ, ഹാർഡർ ആൻഡ് കീപ് അപ്പ് യുവർ ലെഗസി ഹൈ. ബൈ ബൈ ബ്രസീൽ and see you on 2030 and good luck for Norway.